യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം. പാലക്കാട് കിഴക്കഞ്ചേരി എരിക്കുംചിറ പള്ളിയിൽ യാക്കോബായ സഭാ വിശ്വാസികൾ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തുടരുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അവിടെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ലക്ഷ്മി, ഇപ്പോൾ ഈ തർക്കത്തിനൊടുവിൽ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വിശ്വാസികളും പിരിഞ്ഞു പോയിരിക്കുകയാണ്. തഹസിൽദാർ ഉൾപ്പെടെ ഇടപെട്ടതോടുകൂടെയാണ് ഇവർ പിരിഞ്ഞു പോയിരിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു ഇത്തരത്തിൽ യാക്കോബായ വിശ്വാസികൾ ആദ്യം പ്രതിഷേധവുമായി എത്തുകയും പിന്നാലെ ഓർത്തഡോക്സുകാർ പ്രതിഷേധിക്കുകയും ചെയ്തത്. ഈ യാക്കോബായ വിശ്വാസികളുടെ എരിക്കഞ്ചിറ പള്ളിയിലേക്ക് ഓർത്തഡോക്സിന് വരുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായത്. ഈ ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടി ഓർത്തഡോക്സ് വിഭാഗം പോലീസിന്റെ ഉൾപ്പെടെ സംരക്ഷണം തേടുകയും പോലീസിന്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടെ ഈ പള്ളിയിലേക്ക്, എരിക്കഞ്ചിറ പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്താണ് യാക്കോബായക്കാർ പള്ളിയുടെ ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ട് പ്രാർത്ഥനാ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. യാതൊരു കാരണവശാലും ഓർത്തഡോക്സുകാരെ പള്ളിക്കകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു യാക്കോബായക്കാർ പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷമായി തങ്ങളാണ് ഈ പള്ളി പ്രാർത്ഥിക്കുന്നതും ഇത് നടത്തിപ്പും എല്ലാം തങ്ങളാണ്. ഈ ഭാഗത്താണെങ്കിൽ ഓർത്തഡോക്സുകാർ 2-3 കുടുംബം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു യാക്കോബായക്കാർ. അതേസമയം തന്നെ തങ്ങൾക്ക് കൃത്യമായ കോടതിയുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടി അധികൃതർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഓർത്തഡോക്സുകാർ പ്രതിഷേധിച്ചത്. ഏതായാലും ഏറെ നേരം പ്രതിഷേധം നീണ്ടുനിന്നു. പോലീസ് ഇടപെട്ടിട്ടും പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് തഹസിൽദാർ നേരിട്ട് എത്തി ഇരു വിഭാഗത്തോടും സംസാരിച്ചതിന് ശേഷം ഒരു സമന്വയത്തിൽ എത്തിച്ചേരുകയായിരുന്നു. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.